ആന്ധ്ര ഛത്തീസ്ഗഡ് അതിർത്തിയായ സുക്മയിൽ മാവോയിസ്റ്റുകളുമായി നടന്ന ഏറ്റുമുട്ടലിൽ മുതിർന്ന മാവോയിസ്റ്റ് നേതാക്കളടക്കം 3 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നേരത്തെ സുരക്ഷാ സേന വധിച്ച ചലപതി റാവുവിന്റെ ഭാര്യ അരുണയും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. പി ബസന്തുണ്ട്. ബസന്ത്, ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്? ഈ ആന്ധ്ര ഛത്തീസ്ഗഡ് അതിർത്തിയിലെ സുക്മയിൽ മാവോയിസ്റ്റുകളുമായി നടന്ന ഏറ്റുമുട്ടലിൽ മുതിർന്ന മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എന്നുൾപ്പെടെയുള്ള വിവരങ്ങളുണ്ടല്ലോ. രതീഷ്, ഇപ്പോൾ 3 മുതിർന്ന മാവോയിസ്റ്റ് നേതാക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് അതിർത്തിയിലുള്ള ആന്ധ്രാപ്രദേശിലെ മരുതേ മുള്ളി വനമേഖലയിലാണ് ഇന്ന് രാവിലെ 8:30 ഏറ്റുമുട്ടൽ നടന്നത്. കൊല്ലപ്പെട്ടവരിൽ ഒരാള് ചലപതി, അതായത് ഛത്തീസ്ഗഡിൽ കൊല്ലപ്പെട്ട ചലപതിയുടെ ഭാര്യ അരുണയാണ്. അത് സ്റ്റേറ്റ് സോണൽ കമ്മിറ്റി മെമ്പറാണ്. മാത്രമല്ല മറ്റൊന്ന് ഗജ്രാള രവി എന്ന ഉദയാണ് കൊല്ലപ്പെട്ട മറ്റൊരു മാവോയിസ്റ്റ്. മറ്റൊരാൾ ഒരു അഞ്ജു എന്ന് പറയുന്ന മറ്റൊരു മാവോയിസ്റ്റാണ് കൊല്ലപ്പെട്ടത്. അതായത് 2 വനിതാ മാവോയിസ്റ്റ് പ്രവർത്തകരും ഒരു പെട്ടത്. മാവോയിസ്റ്റുകളും ഗ്രേ ഹൗണ്ടുകൾ, അതായത് ആന്ധ്ര പോലീസിന്റെ നക്സൽ വിരുദ്ധ സംഘമായ ഗ്രേ ഹൗണ്ട്സുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് അരുണ സൗത്ത് സോണൽ കമ്മിറ്റി മെമ്പറുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചലപതിയുടെ ഭാര്യയുമാണ്. ഇന്ന് 8:30 സംഭവം. 3 AK-47 റൈഫിളുകളും പിടിച്ചെടുത്തിട്ടുണ്ട്.